നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിലും സാധാരണഗതിയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വിമർശനവും ആരോപണങ്ങളൊക്കെ തന്നെ രൂക്ഷമായി വന്നിരുന്നു. അതിനുശേഷം ആ ആരോപണവും വിമർശനവും ഒന്നും തന്നെ ഒരു ചുക്കും ഏശുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തൽക്കാലം അതെടുത്ത് വീണ്ടും ആരോപിക്കുകയാണെങ്കിൽ അത് രാഹുലിന് തന്നെ പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ അത്രയങ്ങോട്ട് രാഹുലിനെ കുറ്റം പറഞ്ഞു വരുന്ന വാർത്തകളുടെ അല്ലെങ്കിൽ ഊതിപ്പെരിപ്പിക്കലിന്റെ എണ്ണം വളരെ കുറവാണ്. എന്നാലും ദേശാഭിമാനി വിട്ടുകളയാൻ തയ്യാറല്ല. കഴിഞ്ഞ ദിവസം ഫെനി നയനാന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മയുണ്ടോ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇത് രാഹുലിന് നിർണായക ദിവസമാണ്, രാഹുലിന് കോടതിയിൽ പലതും സംഭവിക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അന്ന് വൈകുന്നേരം തന്നെ കോടതി ആ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്ന് രാഹുലിന് അനുകൂലമായ ഒരു വിധി വന്നിരുന്നു. എന്നാൽ അതാരും തന്നെ പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അതാരും തന്നെ വാർത്തയാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫെനി നയനാൻ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് എന്താണ് വേണ്ടത് അവർക്കറിയാം. അപ്പോൾ അത് വിറ്റുപോകുന്നത് മാത്രമേ മാധ്യമങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതിന്റെ പോസിറ്റീവ് വശമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയില്ല എന്ന് പറയുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശാഭിമാനിയിൽ വന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് രണ്ടാം ബലാത്സംഗ കേസിലെ അതിജീവിതയെ ഫോണിൽ വിളിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയുടെ താക്കീത്. പ്രോസിക്യൂഷൻ വാദങ്ങൾ പരിഗണിച്ച കോടതി രാഹുലിന്റെ മൊബൈലിൽ നിന്നും അതിജീവിതയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നീക്കണമെന്ന് ഉത്തരവിട്ടു. അതിജീവിതയെ വിളിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഫോൺ നമ്പറുകൾ നീക്കിയ ശേഷം പ്രതി കോടതിയിൽ സത്യവാങ്മൂലം നൽകണമെന്നും ഉത്തരവിൽ പറയുകയാണ്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ഡാനിയ മറിയം ജോസ് ആണ് കേസ് പരിഗണിച്ചത്. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അതിജീവിതയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബാംഗ്ലൂരു സ്വദേശിയായ യുവതി കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചത് അതിജീവിതയെ ഭയപ്പെടുത്താനും തുടരന്വേഷണം തടസ്സപ്പെടുത്താനുമാണ്. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനം, സ്വകാര്യതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് സീനിയർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി വാദിച്ചത്. അതിജീവിതയുടെ ഫോണിലേക്ക് അബദ്ധത്തിൽ കോള് പോയതാണെന്നായിരുന്നു രാഹുലിന്റെ വാദം. കോൾ ഹിസ്റ്ററിയിൽ ഇല്ലാത്ത ഒരാൾക്ക് അബദ്ധത്തിൽ മിസ് കോൾ പോകില്ല എന്നും പ്രതിയുടെ വാദം നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കില്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇക്കാര്യം അതിജീവിത പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഫെനി നയനാണ് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് ഈ പറഞ്ഞ അതിജീവിതയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പരാതിക്കാരി രാഹുൽ ഏതൊരു സ്റ്റോറി ഇട്ടാലും എന്തൊരു കാര്യം ഇട്ടാലും ലൈക്ക് അടിക്കുകയും ഇംപ്രഷൻ കൊടുക്കുകയും മെസ്സേജ് അയക്കുകയും രാഹുലിന്റെ ഈ പരാതിക്കാരി രാഹുലിന്റെ മൊബൈൽ ഫോണിലേക്ക് പരാതിക്കാരുടെ അമ്മ സന്ദേശം അയക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും മിണ്ടാനും ഉണ്ടായിരുന്നില്ല. ഫെനി നയനാൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണം ആകുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരു അവസരത്തിൽ പറയാം. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുലിൽ നിന്ന് നിർണായകമെന്ന്. കുറേയായി ഈ തലക്കെട്ട് ശീലമായിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം രാഹുൽ MLA രണ്ടാമത്തെ കേസിൽ പരാതിക്കാരെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. അതവരെ ഭീഷണിപ്പെടുത്താനായിരിക്കാം. അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്നാണ് SIT കൊടുത്ത പരാതിയിൽ വിധി വന്നത്. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകളില്ല. എന്താണ് കാരണം? രാഹുൽ MLAയുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു. എന്തുകൊണ്ട് കോടതി അങ്ങനെ വിധിച്ചത്? രാഹുൽ MLA കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നും പരാതിക്കാരിയും തന്റെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നു എന്നുമാണ്. ഈ പരാതിയിൽ പറഞ്ഞ ദിവസം പോലും പരാതിക്കാരിയുടെ അമ്മ ഫോണിൽ മെസ്സേജ് അയച്ചു എന്ന്, അതിനാൽ ബ്ലോക്ക് ചെയ്തു എന്നുമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതിക്ക് ബോധ്യമായതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കത്തിലേക്ക് എത്തിയത്. ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘവും മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചതിന്റെ ഉദാഹരണമാണ് രാഹുൽ കേസ്. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിന്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും. തീർച്ച. ഇന്ന് തള്ളിപ്പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. ഈ പരാതിക്കാരി എനിക്ക് എതിരെ അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പരാതിക്കാരി കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഈ ലോകത്തിന്റെയും മുന്നിൽ തലകുനിച്ച് നിർത്തും. കോടതിയിൽ കള്ളം തെളിയുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കാനും ആവില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.